പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ, ഈ പുണ്യഭൂമിയിൽ വന്ന് നിന്ന് എന്നെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിൽ യേശു അപ്പയോടും അമ്മയോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രീകല. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണിത്. എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. അമ്മയോടൊപ്പമാണ് ഞാൻ എൻ്റെ ജീവിതം ഇനി മരണകാലം വരെ തുടരുന്നത്. സെപ്റ്റംബർ 9 2023 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് ഞാൻ അമ്മയെ പരിചയപ്പെടുന്നത്, അമ്മ എനിക്ക് മനസ്സിലാവുന്നത്, ഞാൻ ഫോണിൽ അവിചാരിതമായിട്ട് സാക്ഷ്യങ്ങൾ കാണാനിടയായി. സാക്ഷ്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇത് കണ്ടപ്പോൾ വീണ്ടും വീണ്ടും കാണണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നു. ആ സാക്ഷ്യത്തിൽ പത്രത്തിൻ്റെ കാര്യം പറയുന്നു. അപ്പോൾ ഞാൻ മനസ്സ് വിചാരിച്ചു, എനിക്കൊരു പത്രം കിട്ടിയിരുന്നെങ്കിലെന്ന്, ഒരു കൃപാസന പത്രം കിട്ടിയിരുന്നെങ്കിലെന്ന്. അന്ന് തന്നെ ഞാൻ മനസ്സിൽ രാവിലെ വിചാരിച്ചു. അന്ന് വൈകിട്ട് തന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് അത്ഭുതകരമായിട്ട് ഒരാളിൽ നിന്ന് പത്രം കിട്ടി. അപ്പം ഞാൻ കൊതിയോടുകൂടി ആ പത്രം മുഴുവൻ, അതിനകത്തെ സാക്ഷ്യങ്ങൾ വായിച്ചു. പെട്ടെന്ന് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി പിറ്റേ ദിവസം എന്നോട് ചോദിച്ചു, കൃപാസനത്തിൽ വരുന്നുണ്ടോ എന്ന്. അപ്പോൾ കൃപാസനം എന്ന് പറയുന്നത് ഈ വായിച്ചുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. അങ്ങനെ വന്ന് പെട്ടെന്ന് തന്നെ ഉടമ്പടി എടുക്കാൻ അമ്മ എന്നെ അനുഗ്രഹിച്ചു. ആ ഉടമ്പടിയിലൂടെ ആണ് ഞാനിങ്ങനെ മുന്നോട്ട് വരുന്നത്. ഞാൻ 2 സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുൻപ് ഒരു പനി വന്നു. ആ പനി വന്നിട്ട് ഞാൻ പനി വന്ന് 2023 മുതൽ നമുക്ക് കിട്ടിയ ഉടമ്പടിയുടെ വിശുദ്ധ തൈലവും ഉപ്പുമാണ് എൻ്റെ അസുഖങ്ങൾ വരുമ്പോൾ ഞാൻ ഉപയോഗിക്കാറുള്ളത്. രാവിലെ പ്രാർത്ഥനയ്ക്ക് മുൻപ് തന്നെ ഉടമ്പടി തൈലം കുരിശ് വരച്ച് ഉപ്പിൻ്റെ വെള്ളം വിശ്വാസ പ്രമാണം ചൊല്ലി കുടിച്ചിട്ടാണ് എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ പനി വന്നു. ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിൻ്റെ വെള്ളവും കുടിച്ചു. ഒരു 3-4 ദിവസം കൊണ്ട് എനിക്ക് പനിയൊക്കെ മാറി. പക്ഷേ എനിക്ക് എഴുന്നേക്കാൻ വയ്യ, ഭയങ്കര ക്ഷീണം. എനിക്കൊന്നും വീട്ടിൽ ജോലി ഒന്നും ചെയ്യാൻ വയ്യ. അപ്പം ഞാൻ കിടക്കുവാണ്. കിടന്ന് ചൊവ്വാഴ്ചത്തെ ഒരു ധ്യാനം കിടന്നുകൊണ്ട് കാണുക. അപ്പം രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇങ്ങനെ പറയുകയുണ്ടായി, പനിയായിട്ട് കിടക്കുന്ന ഒരു രോഗിയെ യേശുവപ്പ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, അപ്പ എനിക്ക് ഈ കട്ടിൽ നിന്ന് എഴുന്നേക്കാനായിട്ടുള്ള ക്ഷീണം മാറ്റി എന്നെ തുടരണമേന്ന് പ്രാർത്ഥിച്ചു. ഒരു 10 മിനിറ്റ് എടുത്തില്ല, 5 മിനിറ്റിനുള്ളിൽ എൻ്റെ ശരീരത്തു നിന്ന് എല്ലാ രോഗങ്ങളും അഴിച്ച് ചാടിയാണ് കട്ടിൽ നിന്ന് എഴുന്നേറ്റത്. എനിക്ക് ഭയങ്കര അത്ഭുതം. അത്രയും ദിവസം കിടന്ന എനിക്ക് രോഗങ്ങളെല്ലാം എൻ്റെ ശരീരത്തു നിന്ന് മാറി. അത് കഴിഞ്ഞ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് വലിയൊരു സങ്കടകരമായൊരു അവസ്ഥയുണ്ടായി. ഞങ്ങൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കുള്ള 4 അടി വഴിയേ ഉള്ളൂ. അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് മറ്റൊരാളുടെ സ്ഥലത്ത്, അതായത് വലിയ ഒരു കൃഷി ചെയ്യുന്ന സ്ഥലത്ത്, മതിലിനോട് ചേർന്നാണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ ഹരിതകർമ്മസേന കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഈ വീട്ടിലെ പണിയാനുള്ള സാധനം എല്ലാം അവിടെ ഇറക്കിക്കോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അവിടെയാണ് കട്ടയൊക്കെ ഇറക്കി വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അവർക്ക് കൃഷി ചെയ്യേണ്ട സമയമായി. അവരവിടെ അപ്പോൾ എന്നോട് ഒന്ന് പറഞ്ഞു, ഞങ്ങൾ നാളെ തൊട്ട് കൃഷി അവിടെ ചെയ്യാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ വിഷമിച്ചു, ദൈവമേ എന്ത് ചെയ്യും അമ്മേ, ഇത് വാർക്കണമെന്നുണ്ടെങ്കിൽ ആ മെഷീനൊക്കെ കൊണ്ട് അവിടെ വന്നിട്ടാണല്ലോ ഇത് വാർക്കേണ്ടത്, യാതൊരു നിവൃത്തിയില്ലല്ലോ, എന്ത് ചെയ്യും? മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിച്ചു. 4 അടി വഴിയുള്ളൂ. അതുവഴി നോക്കിയിട്ട് കോൺട്രാക്ടർ പറഞ്ഞു അതുവഴി ഒന്നും മെഷീൻ കയറി വരത്തില്ല. ആ മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ച്, അമ്മേ എന്തെങ്കിലും ഒരു വഴി കാണിക്കമ്മേ, ഇത് വാർക്കണമല്ലോ. പിറ്റേ ദിവസം കോൺട്രാക്ടർ വന്ന് പറഞ്ഞു, അപ്പോൾ ഈ പണിയുന്ന പെരേഡ് ഒരു സ്ഥലത്തിനോട് ചേർന്ന് തന്നെയാണ് ഒരു വാടകയ്ക്ക് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം പെട്ടെന്ന് കോൺട്രാക്ടർ പറഞ്ഞു, ഒരു കാര്യം ഈ താമസിക്കുന്ന വീടിൻ്റെ മുറ്റത്തുകൂടി നമുക്ക് മെഷീൻ കയറ്റി നമുക്ക് ആ പറമ്പിൽ എത്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറമ്പെന്ന് പറയുമ്പം വീടിനോട് ചേർന്നുള്ള പറമ്പാണ്. പക്ഷേ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥന് നല്ലൊരു മനുഷ്യനാണ്,
പക്ഷേ അദ്ദേഹത്തിന് കൃഷിയോട് ഭയങ്കര ഇഷ്ടമാണ്. ആ പറമ്പിലെ ഒരു സാധനങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അത് അദ്ദേഹത്തെ വളരെ വിഷമിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ മിഷ്യൻ കൊണ്ടിടാമെന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് ഇതുപോലെ ഒന്ന് മിഷ്യൻ കൊണ്ടിട്ടോട്ടെ എന്ന് ചോദിച്ചു. അതിനെന്താ, ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ പിറ്റേ ദിവസം പണിക്കാർ വന്ന് പെട്ടെന്ന് തന്നെ അവിടെ ചെയ്തോളാൻ പറഞ്ഞപ്പോൾ അവിടെ വെറും സ്ഥലമല്ല, വാഴ, ചേന, ചേമ്പ് അങ്ങനെയുള്ള കൃഷികളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് വന്ന് ഞാൻ കണ്ടില്ല, ഞാൻ അകത്തായിരുന്നു. അപ്പോൾ ഈ വാർക്കുന്നവർ വന്ന് ഇതെല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞു. ആ പറമ്പിൽ നിന്ന് കൊടി നിൽക്കുന്ന കമ്പുകളുണ്ടായിരുന്നു, വാഴയുണ്ടായിരുന്നു, ചേനയുണ്ടായിരുന്നു, ഇതെല്ലാം വെട്ടിക്കളഞ്ഞു. ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ ഇവരിതെല്ലാം പെട്ടെന്ന് വെട്ടിക്കളയുക. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ, നമുക്കൊരു സഹായം ചെയ്തോളാൻ പറഞ്ഞപ്പോൾ ഇത് മുഴുവൻ നശിക്കുന്നത് ശരിയല്ലല്ലോ. എൻ്റെ മാതാവേ, എന്താ ചെയ്യുന്നത്? ഈ മനുഷ്യൻ വന്ന് എന്നെ വല്ലതൊക്കെ പറയുമല്ലോ, ഇതെല്ലാം നശിപ്പിച്ചില്ലേ? നമ്മുടെ ആണെങ്കിലും മറ്റൊരാൾ നശിപ്പിക്കുമ്പം നമുക്കിഷ്ടമല്ലല്ലോ. അപ്പം വാർക്ക പകുതിയായി കഴിഞ്ഞപ്പം ഈ മനുഷ്യൻ അവിടെ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം കേട്ടോ, ഇച്ചിരി ഈ വാഴയൊക്കെ വെട്ടിക്കളയേണ്ടതായിട്ട് വന്നു. അപ്പോൾ എടുത്ത് പോയി എന്നോട് പറയും, എന്തിനാണ് ക്ഷമിക്കുന്നത്? നമ്മളൊക്കെ പോകുമ്പോൾ 6 അടി മണ്ണല്ലേ കൊണ്ടുപോകുന്നുള്ളൂ, ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ലല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിലാണ് വന്നത്. അവിടെ അമ്മ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വാർക്കയുടെ 3-4 കഴിഞ്ഞ ജൂലൈയിലായിരുന്നു മഴയുടെ ശരിക്കും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ മഴയുടെ ഇടയ്ക്കാണ് വാർക്കാവെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഈ ഒരു ദിവസത്തേക്ക്, എൻ്റെ വാർക്കയുടെ ഒരു ദിവസത്തേക്ക് നീ മഴ മാറ്റി നിർത്തണം. ഭൂപ്രകൃതിയുടെ പ്രപഞ്ച മാതാവല്ലേ, എൻ്റെ കൂടെ നിൽക്കണം അമ്മേ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വാർക്കുന്ന 3 മണിയായപ്പോൾ എഴുന്നേറ്റിട്ട് ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലി. എല്ലാ പ്രാർത്ഥനകളും കഴിഞ്ഞ് അമ്മയുടെ പ്രത്യക്ഷീകരണം പ്രാർത്ഥന തന്നെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന അമ്മയോട് ഞാൻ പറഞ്ഞു, പ്രപഞ്ച പ്രകൃതിയുടെ മാതാവേ, ഇന്നും മഴ പെയ്യിക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് രാവിലെ നല്ല മഴക്കാറായിരുന്നു. അപ്പം ഞാൻ ആ വാർക്കുന്ന വീടിൻ്റെ വാതിൽക്ക് നിന്ന് കരയാണ്, അമ്മ, ഒരു കാരണവശാലും മഴ പെയ്യരുത്, ഈ വന്നതുപോലെ തന്നെ പോകണം. അപ്പോൾ ഞങ്ങളുടെ അയൽവക്കത്തുള്ളവരെല്ലാം ശ്രദ്ധിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, എന്ത് ചെയ്യും, വാർക്കയല്ല, ഇത്രയും വലിയ മഴ വരുന്നു, എങ്ങനെ ഇത് വാർക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒക്കെ ഞാൻ ആ വാതിൽക്ക് നിന്ന് കരയാണ്, അമ്മ അത്ഭുതം കാണിക്കേ, അമ്മ എനിക്ക് വേണ്ടി സഹായിക്കുക, മഴ പെയ്യരുത്. അത്ഭുതം എന്ന് പറയട്ടെ, ആ മഴ വന്നതുപോലെ തന്നെ പോയി. അപ്പോൾ അയൽവക്കാരിൽ എന്നോട് ചോദിച്ചു, എന്തിനാ ഇവിടെ നിന്ന് കരയുന്നത്, സന്തോഷിക്കേണ്ട സമയമല്ലേ, എന്തിനാ കരയുന്നത്? ഞാൻ അമ്മയുടെ ആ ഒരു സ്നേഹം, എന്നെ സഹായിച്ച ആ ഒരു സ്നേഹത്തെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല, സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഏത് ദുർഘട സന്ധിയിലും എൻ്റെ കൂട്ടത്തിൽ വന്നിട്ട് എന്നെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പെരവണി കാരണം സാമ്പത്തികമായിട്ട് നല്ല കഷ്ടത്തിലായിരുന്നു ഞാൻ. അപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സംഭവമാണ്. കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് 2 സംഘത്തിൽ നിന്ന് 20,000 വെച്ച് 50,000 രൂപ അടയ്ക്കണമായിരുന്നു. അത് മറ്റുള്ളവർക്ക് തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ് ആ സംഘത്തിൽ അടച്ചിട്ട് ആ സംഘക്കാർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ മസ്റ്റായിട്ടും ഞായറാഴ്ച തന്നെ അത് കൊടുത്തേ പറ്റൂ. അപ്പോൾ മോൻ്റെ വിദ്യാഭ്യാസ ലോണ് ഞാൻ കയ്യിൽ നിന്ന് കുറച്ച് പൈസ അടച്ചപ്പം ആ ലോൺ എനിക്ക് തിരിച്ച് ബാങ്കിൽ നിന്ന് മോൻ്റെ അക്കൗണ്ടിലേക്ക് വീഴും. അപ്പോൾ ആ പൈസ എടുത്തിട്ട് അടയ്ക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ ആ സമയമായപ്പം ആ എഡ്യൂക്കേഷൻ പേപ്പറിൻ്റെ എന്തോ ഒരു താമസം വന്നു. അപ്പോൾ അത് കാരണം കൃത്യസമയത്ത് മോൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വീണില്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചവരെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഞാൻ ചോദിച്ച പ്രതിഷേധ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലി, അമ്മ എന്നെ ഒന്ന് രക്ഷിക്കുക, എന്തെങ്കിലും അമ്മ അത്ഭുതം കാണിക്കുക, എനിക്ക് ആരോടും ചോദിക്കാനില്ല, ഞാൻ ഈ പെരവണിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോരുത്തരോട് കടം മേടിച്ചതല്ലേ, ഇനി എനിക്ക് ആരോടും ചോദിക്കാനില്ല, അമ്മ എന്തെങ്കിലും അത്ഭുതം കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു സംഘത്തിലെ എൻ്റെ പരിചയക്കാരി ചേച്ചി എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, പൈസയൊക്കെ ആയോ സംഘത്തിലടയ്ക്ക്? ഞാൻ പറഞ്ഞു, ഇല്ലേ ചേച്ചി, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എന്താ വിഷമിക്കണ്ട കേട്ടോ, ഞാൻ കലക്കൊച്ചിന് വേണ്ടിയിട്ട് ഞാനൊരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട്, അത് അടുത്ത ഓണം ആകുമ്പോഴത്തേക്കിന് തിരിച്ച് കൊടുത്തേച്ചാൽ മതി, ഞാൻ തിരിച്ച് മേടിച്ച് സംഘത്തിൽ അടച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയൊരു അമ്മയോട് ഞാൻ 100 നന്ദി പറഞ്ഞു. അമ്മേ, ഈ അവസാന ഘട്ടത്തിൽ അമ്മ എന്നെ സഹായിച്ചല്ലോ. പിന്നെയും ആശ്വസിക്കാറായില്ല, അടുത്ത ഒരു സംഘവും കൂടെ ഉണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് കൊടുത്തേ പറ്റൂ. ഞാൻ ശനിയാഴ്ച ഒരു 8 മണി വരെ ഒന്നും കിട്ടിയില്ല. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എന്തെങ്കിലും അത്ഭുതം നീ കാണിക്കുക, എനിക്ക് ആരോടും ചോദിക്കാനൊന്നും ഇല്ലല്ലോ. 8:30 ആയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചു,
അത് പൈസയ്ക്കൊന്നുമല്ല വിളിച്ചത്. അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് എന്നോട് ചോദിച്ചു, പൈസ അടയ്ക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്, നേരത്തെ എന്നോട് പറഞ്ഞായിരുന്നല്ലോ ഈ ഞായറാഴ്ച ക്ലോസ് ചെയ്യണമെന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, പൈസയൊന്നും ആയില്ല. എന്തിനാ വിഷമിക്കുന്നത്, എൻ്റെ പൈസയുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, പൈസയുള്ള ഒരാളല്ല എന്നോട് അങ്ങനെ പറഞ്ഞത്. ഒരു സാമ്പത്തികമായിട്ട് ഉന്നതി നിൽക്കുന്ന ആളല്ല. എൻ്റെ ഈ പൈസയുണ്ട്, ഞാൻ നാളെ വീട്ടിൽ കൊണ്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അല്ല, ഞാൻ വീട്ടിൽ കൊണ്ട് തരാമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. കൃത്യസമയത്ത് എനിക്ക് ആ പൈസയും അടയ്ക്കാൻ പറ്റി. എനിക്ക് അതെൻ്റെ അഭിമാനമാണ് രക്ഷിച്ചത്. അമ്മ മാതാവ് എൻ്റെ അഭിമാനമാണ് രക്ഷിച്ചത്. തീർച്ചയായിട്ടും അമ്മയെ ആശ്രയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ആപൽഘട്ടത്തിലും അമ്മ നമ്മെ സഹായിക്കും. എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും എൻ്റെ അമ്മ എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജോസഫച്ചൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം വളരെ ശക്തിയുള്ള ധ്യാനമാണ്. അന്ന് തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അന്ന് തന്നെ എനിക്ക് വിദ്യാഭ്യാസ ലോണിൻ്റെ പേപ്പർ റെഡിയായി, മോൻ്റെ പൈസ അക്കൗണ്ടിലേക്ക് വന്നു. അമ്മ മാതാവ് അങ്ങനെ എന്നെ സഹായിക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ പത്രം കൊടുക്കുന്നത്, ഞാൻ പത്രം വാങ്ങി പത്രത്തോടൊപ്പം തന്നെ ഇവിടുന്ന് ലോക്കറ്റും കൂടെ വാങ്ങിക്കൊണ്ട് പോകും. പത്രത്തിൻ്റെ കൂട്ടത്തിൽ ലോക്കറ്റ് കൊടുക്കും. ഓരോ പ്രാവശ്യവും വേറെ വേറെയായിട്ടാണ് കൊടുക്കുന്നത്. ഒരു പ്രാവശ്യം പത്രത്തിൻ്റെ കൂട്ടത്തിൽ ലോക്കറ്റ് കൊടുത്ത് എങ്കിൽ അടുത്ത പ്രാവശ്യം പത്രത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ വചനങ്ങൾ എഴുതും. എല്ലാ പത്രത്തിലും വചനങ്ങൾ എഴുതി. അതുപോലെ തന്നെ വെറുതെ പത്രം കൊടുക്കുമല്ല, എനിക്കുണ്ടായ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും ഞാൻ എല്ലാവരോടും പറഞ്ഞ് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളിലും ഒക്കെയാണ് ഞാൻ അമ്മ മാതാവിൻ്റെ പത്രം കൊടുക്കുന്നത്. പിന്നെ രോഗികളായിട്ടുള്ളവർക്ക് സാമ്പത്തിക സഹായം എന്നെക്കൊണ്ടാവുന്നത് പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ സ്ഥിരമായിട്ടുള്ള ഒരു പ്രായമുള്ള ചേട്ടനെ സ്ഥിരമായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. പിന്നെ ആരും ഇല്ലാത്തവർക്ക്, അവർ രോഗിയൊക്കെ ആയിരിക്കുമ്പോൾ തുണികളൊക്കെ നനയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ രോഗികളുടെ തുണികളൊക്കെ നനച്ച് കൊടുക്കും. പിന്നെ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ നമ്മുടെ വിശുദ്ധ തൈലവും ഉപ്പും കൂടെ കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ പോകും. ഞാൻ വീട്ടിൽ പോയിട്ട് ഏത് രോഗികളാണോ അവർക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മുടെ വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരച്ച് ഉപ്പിൻ്റെ വെള്ളവും കൊടുക്കും. ഇത്രയും നാളും ചെയ്തതിൽ എനിക്ക് അഭിമാനകരമായിട്ട് എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്. അമ്മയാണെങ്കിൽ എല്ലാ രോഗവും, ഞാൻ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാ രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ട്. കണ്ടുപിടിക്കാത്ത രോഗങ്ങൾ വരെ മാറി. അതിൻ്റെ സാക്ഷ്യം പറയാനായിട്ടും ആൾക്കാർ പിന്നീട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തന്നെ ഒത്തിരി പേരെ ഞാനിവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ട്. എല്ലാവർക്കും അമ്മയുടെ, ഞാൻ ആർക്കൊക്കെ പത്രം കൊടുത്തിട്ടുണ്ടോ അവരൊക്കെ തന്നെയും ഇവിടെ കൃപാസനത്തിൽ വരുമ്പോഴൊക്കെ തന്നെയാണേലും അപരിചിതരെയാണേലും കാണുമ്പോൾ അവരോട് എൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് വളരെ അത്ഭുതമാണ്. അവർ എൻ്റെ ഫോൺ നമ്പർ മേടിച്ചുകൊണ്ട് പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും. ഞാൻ തീർച്ചയായിട്ടും ആരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടോ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും. പിന്നെ ആരൊക്കെ ആവശ്യങ്ങൾ പറയുന്നുണ്ടോ ഞാൻ അതെല്ലാം പേപ്പറിനകത്ത് എഴുതിയിട്ടിട്ട് ബൈബിളിനകത്ത് വെക്കും. അപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ ആദ്യം ഇവർക്ക് വേണ്ടി ആർക്കൊക്കെ വേണ്ടിയാണോ എന്തൊക്കെ ആവശ്യങ്ങളാണോ രോഗസൗഖ്യങ്ങളാണോ അതെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏത് പ്രശ്നം വന്നാലും നമുക്കൊരു കുഴപ്പവുമില്ല. മാനസികമായിട്ട് നല്ല സന്തോഷം. ഇവിടെ ഇരിക്കുന്ന എത്ര ദുഃഖമുള്ളവരാണെങ്കിലും 100% നമുക്ക് ഉറപ്പിച്ച് പറയാം, നമ്മുടെ അമ്മയും അപ്പയും നമ്മളെ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും നമ്മളെ കരകയറ്റും. ഞാനിനി എൻ്റെ മരണകാലം വരെ ഈ ഉടമ്പടിയുടെ കൂട്ടത്തിലായിരിക്കും. എൻ്റെ ഇനി 9ാമത്തെ ഉടമ്പടിയാണ്, പുതുക്കാൻ പോകുന്നു 10ാമത്തത്. തീർച്ചയായിട്ടും ജീവിത അവസാനം വരെ ഞാൻ എൻ്റെ അപ്പായുടെയും അമ്മയുടെയും കൂട്ടത്തിലായിരിക്കും. അമ്മയുടെ പ്രത്യക്ഷീകരണം ഇവിടെ സ്ഥിരീകരിക്കണമെന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആത്മീയ ജീവിതം. പിന്നെ ജപമാല എനിക്ക് ആദ്യം വായിക്കാൻ അറിയില്ലായിരുന്നു. എൻ്റെ ഒരു ക്രിസ്ത്യനായിട്ടുള്ള ഒരു കൂട്ടുകാരി എനിക്ക് ജപമാല പുസ്തകം തന്നു. അങ്ങനെ എല്ലാ ദിവസവും ജപമാല പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ബൈബിൾ വായന എല്ലാ ദിവസവും ഉണ്ട്. എനിക്ക് ഏതൊരു കാര്യമാണെന്ന് പറഞ്ഞാലും, ഇപ്പം വീടിൻ്റെ തന്നെ കോൺട്രാക്ടറെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ എല്ലാം പേര്
പേപ്പറിനകത്ത് എഴുതിയിട്ട് അമ്മയോട് അനുവാദം ചോദിച്ചു. അമ്മ, എനിക്ക് നീ ആരുടെ പേരാ തരുന്നത്, ഞാൻ ആരെ എടുക്കണ്ടേ? അങ്ങനെ ഞാനും അതിനകത്തുനിന്ന് പേപ്പർ എടുത്ത് അമ്മയ്ക്ക് പ്രാർത്ഥിച്ചെടുത്തു. അതുപോലെ തന്നെ അത് എനിക്ക് 100% ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി വേറൊരു കൂട്ടുകാരിയെ കൊണ്ടുകൂടെ പ്രാർത്ഥിച്ചിട്ട് എടുപ്പിച്ചു. ആ ആളിനെ തന്നെ കിട്ടി. അങ്ങനെ ആ ആളിനെയാണ് കോൺട്രാക്ടറായിട്ട് ഞാൻ എൻ്റെ വീട് പണിക്ക് ഏൽപ്പിച്ചത്. അങ്ങനെ എല്ലാ കാര്യവും അമ്മയോട് ഞാൻ ചോദിക്കും, അപ്പായോടും അമ്മയോടും ചോദിച്ചിട്ടാണ് ഓരോ കാര്യവും ചെയ്യുന്നത്. പിന്നെ ഞാൻ എവിടെ പോയാലും ഈ മാല എൻ്റെ കൂട്ടത്തിലുണ്ടായിരിക്കും. ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിൽ പോവുകയാണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ചെല്ലുന്നിടം വരെ ജപമാല നന്മ നിറഞ്ഞ മറിയമേ അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. അവിടെ എവിടെയാണെങ്കിലും ഞാൻ എവിടെയാണോ എത്തേണ്ടത് ആ എത്തുന്നിടം വരെ എപ്പോഴും എൻ്റെ കയ്യിൽ ജപമാല കൊന്തമാല ഉണ്ടായിരിക്കും. അപ്പം നമ്മളെല്ലാം രക്ഷിക്കാനായിട്ട് ജീവനുള്ള അമ്മയാണ് ഇവിടെയുള്ളത്. ആ അമ്മയിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു വിഷമവും ഉണ്ടാകത്തില്ല. എല്ലാത്തിൽ നിന്നും നമുക്ക് കരകയറാനായിട്ട് 100% സാധിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനം 91:15 വചനമാണ്. വിളിക്കുന്നവന് ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. സഹായത്തിന് ആരുമില്ല എന്ന് തോന്നുമ്പോഴും, പ്രാർത്ഥനകൾ ശൂന്യമായി തോന്നുമ്പോഴും, വ്യർത്ഥമാണെന്ന് കരുതുമ്പോഴും, നിരാശയിൽ നിൽക്കുമ്പോഴും വചനം പറയുന്നത് ദൈവത്തെ വിളിക്കുക. ദൈവം ഒരിക്കലും അവഗണിക്കുകയല്ല നമ്മളെ. നമ്മൾ ഉടമ്പടിയിലാണ്. കഷ്ടതയിൽ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. വചനം പറയുന്നത് കഷ്ടതയിൽ ഞാൻ അവനോട് കൂടെ ഉണ്ടാകുമെന്നാണ്. നീ എന്ത് കഷ്ടതയിൽ കൊണ്ട് നടുവിലായിരുന്നാലും, ഒരു പക്ഷേ രോഗമാവാം, ചികിത്സയാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ കടബാധ്യതകളോ ആവാം, ബന്ധങ്ങളിലെ തകർച്ചകളാവാം, മാനസിക സമ്മർദ്ദങ്ങളാവാം, എന്തു തന്നെ ആയാലും ദൈവം പറയുന്നത് നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്നാണ്. രക്ഷയും മഹത്വവും ദൈവത്തിൻ്റെ കയ്യിലാണ്. വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ, ദൈവമഹത്വത്തിൻ്റെ ഒരു വലിയ ദൈവാനുഭവത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ശ്രീകല നമ്മളോട് പങ്കുവച്ചത്. ഈ മകള് ആദ്യമായി പരിശുദ്ധ അമ്മയെപ്പറ്റിയും കൃപാസനത്തെപ്പറ്റിയും യൂട്യൂബിൽ കൂടി അറിയുകയും പിന്നീട് ഒരു കൃപാസനം പത്രത്തിനായി ആഗ്രഹിച്ചപ്പോൾ അന്ന് തന്നെ വൈകുന്നേരം പരിശുദ്ധ അമ്മ തന്നെ ഒരു കൃപാസനം പത്രം ഈ മകളുടെ കയ്യിൽ കൊടുക്കുകയാണ്. പിന്നീട് അത് വളരെ ഈ മകൾ പറയുന്നത് വളരെ കൊതിയോടുകൂടെ ഞാൻ ആ പത്രം വായിച്ചു എന്നാണ്. നമ്മൾ കൊടുക്കുന്ന ഓരോ പത്രങ്ങളും എത്രയോ പേരെ എത്രയോ നല്ല ജീവിതത്തിലേക്ക് നയിക്കുന്നതാണ്. അങ്ങനെ ആരാണോ എങ്ങനെയാണോ കൊടുത്ത ആ പത്രം അത് കൊതിയോടെ സ്വീകരിച്ച് പ്രാർത്ഥിച്ചു, വായിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇതെല്ലാം ഒരു കോയിൻസിഡൻറ്റ് പോലെ ഒരു സഹോദരി വിളിക്കുകയും ചേച്ചി തന്നെ വിളിക്കുകയും കൂട്ടുകാരി വിളിക്കുകയും കൃപാസനത്തേക്ക് ഞാൻ പോകുന്നുണ്ടെന്ന് പറയുകയും ചെയ്യുന്നത്. നമ്മുടെ ഒരു ചെറിയ ആഗ്രഹമാണ് അമ്മ അതറിയുന്നത്. ആരാണെന്ന് നോക്കുന്നില്ല അമ്മ. നമ്മൾ ചെറിയ കൊച്ചു ആഗ്രഹങ്ങൾ മനസ്സിൽ വന്നാൽ പോലും അമ്മ അത് ഏറ്റെടുക്കുകയാണ്. ഒരു പത്രത്തിനായി ആഗ്രഹിച്ചപ്പോൾ പത്രം കൊടുത്തു. പിന്നീട് അമ്മയുടെ അടുത്ത് വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഒരു കൂട്ടുകാരിൽ കൂടെ ആ ആഗ്രഹം നടത്തി കൊടുത്തു. അങ്ങനെയാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സ്ത്രീകൾ ആദ്യമായിട്ട് കൃപാസനം മരിയൻ ഉടമ്പടി എടുക്കുന്നത്. പിന്നീട് ഉടമ്പടിയിലൂടെയാണ് 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞു. അതിന് ഇത് 3ാമത്തെ സാക്ഷ്യമാണ്. പനി പിടിച്ച് രോഗാവസ്ഥയിൽ കിടന്നപ്പോൾ പനി മാറി, പക്ഷേ ക്ഷീണം കാരണം എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ രോഗാവസ്ഥയിൽ കിടന്നപ്പോൾ ഒരു ദിവസം ചൊവ്വാഴ്ച ധ്യാനത്തിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് ധ്യാനത്തിൻ്റെ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, പനിയായിട്ട് കിടക്കുന്ന ഒരു രോഗിയെ യേശുവപ്പ സുഖപ്പെടുത്തുന്നുവെന്ന് ഈ സഹോദരി കേൾക്കുവാനിടയായി. അപ്പോൾ തന്നെ 12 ദിവസമായി കിടപ്പിലായിരുന്ന ഈ സഹോദരി പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കുകയും ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കുകയുമാണ് ചെയ്തത്. അത് പരിശുദ്ധ അമ്മയുടെ മഹത്വത്തിനായിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീടുണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്. അതും ഈ മകൾ പറഞ്ഞത് ഒരു അടുത്തുള്ള ഒരു സഹോദരന് വഴിക്ക് വേണ്ടിയിട്ട് അതൊരിക്കലും കൊടുക്കില്ല എന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈശോയോടും അമ്മയോടും പ്രാർത്ഥിച്ചാണ് ഏതൊരു കാര്യത്തിനും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു വലിയ ഒരു കൃഷി സ്നേഹിയായ ഒരു നെയ്ബറാണ്, ഒരു അയൽക്കാരനാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ വ്യക്തിയോട് ചെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ്റെ മറുപടിയും വളരെ അത്ഭുതകരമാണ്. എന്ന് വെച്ചാൽ
ഈശോയുടെ അമ്മയോടും പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഏത് കാര്യത്തിലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അതെല്ലാം നികത്തി കൊടുക്കുന്ന ഒരമ്മയാണ്, അമ്മയുടെ മധ്യസ്ഥതയാണ് നാം കാണുന്നത്. ഈ മകൾക്കൊരു വഴിയൊരുക്കി കൊടുക്കുകയാണ്. നല്ല ഒരിക്കലും ഒരു ചെടി പോലും ഒരു ചെടി പോലും നശിപ്പിക്കാത്ത ഒരു വ്യക്തിയാണ് ആ സഹോദരൻ. പക്ഷെങ്കിൽ ഈ മകൾക്ക് വേണ്ടിയിട്ട് സ്വന്തം പാടത്തെ കൃഷികളെല്ലാം നശിപ്പിച്ച് ഒരു വഴി ഒരുക്കി കൊടുക്കുകയാണ്. അവിടെ ഈശോയുടെ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമായിട്ടാണ് ഈ മകൾ കണക്കാക്കുന്നത്. അമ്മയുടെ ഇടപെടലിൽ കൂടെയാണ് ആ വീട് പണി എല്ലാം ക്രമീകരിച്ച് കൊടുക്കുന്നത്. വീട് പണിയുടെ സമയത്തും പ്രപഞ്ചപ്രകൃതിയുടെ സൃഷ്ടാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം വഴി നല്ലൊരു കാലാവസ്ഥ നൽകി അനുഗ്രഹിക്കണമേ എന്നും വാർപ്പിൻ്റെ ദിവസം മഴയെ താങ്ങി നിയന്ത്രിക്കുന്ന ആ സൃഷ്ടാവിനോടാണ് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് കൃപാസനമ്മയുടെ മധ്യസ്ഥതയിലൂടെ പ്രപഞ്ചപ്രകൃതിയുടെ സൃഷ്ടാവായ ദൈവം ആ മഴ പോലും ഈ മകൾക്ക് നിർത്തിക്കൊടുക്കുകയാണ്. സങ്കീർത്തനം 65:6-7 പറയുന്നത്, അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനങ്ങളുടെ കലഹവും ശമിപ്പിക്കുന്നു എന്നാണ്. എല്ലാം നിയന്ത്രിക്കുന്ന ഒരു സൃഷ്ടാവാണ് നമ്മുടെ കൂടെ. ആ സൃഷ്ടാവിൻ്റെ കൂടെയാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. ആ സൃഷ്ടാവ് തന്നെയാണ് നമ്മളെല്ലാ കാര്യത്തിലും നമ്മെ സംരക്ഷിക്കുന്നതും നമ്മെ കാത്തു പരിപാലിക്കുന്നതും. എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ചില സമയത്ത് അനിശ്ചിതത്വമായ സാഹചര്യങ്ങളുണ്ടാവാം. പക്ഷേ അവിടെയെല്ലാം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാണ്. ഒന്നിലും നമ്മെ തകർക്കാനാവില്ല. എല്ലാ കാര്യത്തിനും സഹിക്കാനുള്ള ശക്തിയും ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറപ്പും അമ്മ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള അമ്മ നമുക്ക് കൂടെ നിന്ന് നമുക്ക് തരികയാണ്. കഷ്ടതയിൽ കൂടെ നടന്നു പോയ ഒരു അമ്മയാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് സഹായിച്ച ആ അമ്മ തന്നെയാണ് ഇന്ന് നമ്മുടെ കുടുംബത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്നത്. ആ അമ്മയോട് ചേർന്ന് നിന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാം. സ്ത്രീകളേക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.